നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. ലെബനോണിലും സിറിയയുടെ ചില ഭാഗങ്ങളിലും ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത്. അതായത് ഈ പേജർ വാക്കിട്ടോക്കിയൊക്കെ പൊട്ടിത്തെറിച്ച് ഒരുപാട് ഭീകരന്മാർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ കൈയും ചില രഹസ്യ ഭാഗങ്ങളും കാലും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ലോകം വളരെ അതിശയോക്തിയോടു കൂടിയാണ് ആ വാർത്തയെ സമീപിച്ചത്. ആദ്യമായിട്ടാണ് ലോകത്ത് അങ്ങനെ ഒരു ആക്രമണം, ഒരു ഓപ്പറേഷൻ നടത്തുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ യുദ്ധമുറയിൽ. അതുപോലെ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഇതുവരെ ആ വാർത്ത അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ ഇരച്ചു കയറിയപ്പോൾ അവരുപയോഗിച്ചിരുന്ന ചില വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഇടയിൽ ഗാസയിൽ ഇസ്രായേൽ ബന്ദികളുടെ മോചന സമയത്ത് നമ്മൾ കണ്ടതാണ് പല തീവ്രവാദികളും തോക്കും ആയുധങ്ങളും എന്തി ഗാസയുടെ പൊട്ടിപ്പൊളിഞ്ഞ തെരുവീഥികളിലൂടെ റോന്ത് ചുറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ സഞ്ചരിച്ച വാഹനം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. വലിയ വിലപിടിപ്പുള്ള ചെറിയ ചെറിയ പിക്കപ്പ് ലോറികളായിരുന്നു അവർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, താലിബാൻ മുതൽ തീവ്രവാദികൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ പിക്കപ്പ് ലോറികളാണ്. ഗാസയിലും പിക്കപ്പ് ലോറികൾ തന്നെയാണ് തീവ്രവാദികൾ ഉപയോഗിക്കുന്നത്. കാരണം നിന്നൊക്കെ പോകാനൊക്കെ വളരെ സൗകര്യപ്രദം, ആയുധങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യപ്രദം ഒക്കെ ഉള്ളത്, ആളുകളെ കൊന്നിട്ട് മൃതശരീരങ്ങളും കൊണ്ടുപോകാൻ സൗകര്യപ്രദം ഈ പിക്കപ്പ് ലോറികളാണ്. അതുകൊണ്ട് ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇവര് പിക്കപ്പ് ലോറികൾ കണ്ടമാനം ഉപയോഗിച്ചു ഇസ്രായേലിലേക്ക് വരാനും ഇവിടുന്ന് സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാനും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിള്, ചെറിയ ചെറിയ സൈക്കിൾ വരെ ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഗാസയിലേക്ക്. പല സാധനങ്ങളും, ആളുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്കൂട്ടറുകൾ, അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ, വീടുകളിലിരിക്കുന്ന വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരെ ഗാസയിലേക്ക് ഇവന്മാർ പോയിരുന്നു. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരുന്നതാണ് ഈ പിക്കപ്പ് ലോറികൾ. ഇവിടുന്ന് ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്നതിനും എല്ലാ കാര്യത്തിനും ആയുധങ്ങൾ കൊണ്ടുവരാനൊക്കെ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പിക്കപ്പ് വാനെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു ഗാസയിൽ. ഗാസയുടെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനുകൾ, അതോടൊപ്പം തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പിക്കപ്പ് വാനുകളെല്ലാം ഇസ്രായേൽ സേന നശിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക ഒരു ഓപ്പറേഷനിലൂടെയാണ് അത് നശിപ്പിച്ചത്. 100-ന് മുകളിൽ വരുന്ന പിക്കപ്പ് ലോറികളാണ് കത്തി ചാമ്പലായി തീർന്നത് ഒരേ സമയം. ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് നിരവധി വാഹനങ്ങൾ തകർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ വാഹനങ്ങൾ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണത്തിന് ഉപയോഗിക്കപ്പെട്ട വാഹനങ്ങളാണ്. ഇനി മേലാൽ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനും ഇനി ആ വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. അതുകൊണ്ട് അതെല്ലാം നശിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പേജർ അറ്റാക്ക് പോലെ എന്തെങ്കിലും രഹസ്യ സ്വഭാവമുള്ള അറ്റാക്കാണോ നടത്തിയത്, അല്ലെങ്കിൽ അവിടേക്ക് മിസൈൽ വിടുകയാണോ എന്നൊന്നും നമുക്ക് പുറത്ത് ഇതുവരെ അറിവായിട്ടില്ല. പക്ഷെ എന്തായാലും 100ഓളം പിക്കപ്പുകൾ കഴിഞ്ഞ ദിവസം അവിടെ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഏതാനും ചില ആളുകളും കൊല്ലപ്പെട്ടു, തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന വലിയൊരു വാർത്താ ചാനലിന്റെ ലേഖകനായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള 1-2 പേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ 1-2 നേതാക്കന്മാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ കുറെ നാളുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ 7 ആക്രമണത്തിൽ നേരിട്ടോ അല്ലാതെയൊക്കെ പങ്കെടുത്ത ഒരാളെ പോലും അല്ലെങ്കിൽ ഒരു സാധനത്തെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം, അതായത് ഈ പിക്കപ്പുകൾ ഉപയോഗിച്ച് ഇവിടെ വന്ന് യാത്ര ചെയ്ത് പോയി തിരിച്ചു പോയി ഇവിടുത്തെ സാധനങ്ങളും അതോടൊപ്പം തന്നെ ബന്ദികളെയൊക്കെ കൊണ്ടുപോവുകയും ചെയ്ത ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ഈ വാഹനങ്ങൾ പോലും വെറുതെ വിടാതെയുള്ള ഒരു പ്രത്യാക്രമണം, ഒരു സമീപനം ഇസ്രായേൽ സ്വീകരിക്കുന്നത് വളരെ ഞെട്ടലോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഗാസയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. കാരണം ഗാസയിൽ നിന്നും ആളുകൾ പലായനം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഈജിപ്തും ജോർദാനും ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. അവരവിടേക്ക് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പഴയ നമ്മുടെ ട്രംപിന്റെ ആഹ്വാനമുണ്ടല്ലോ, റിവേര ആക്കുമെന്നുള്ള ആ ഒരു ആഹ്വാനമൊക്കെ നടപ്പിലാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗാസയിൽ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അവരുടെ ഓരോ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. കരയുദ്ധത്തിലേക്ക് ഇസ്രായേലി ടാങ്കുകൾ ഗാസയിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ സംഭവ ബഹുലമാണ് ഗാസയിലെ യുദ്ധ സാഹചര്യങ്ങൾ. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത പിക്കപ്പ് ലോറിയെ വരെ വെറുതെ വിടാത്ത ഇസ്രായേൽ നടപടി ശരിയാണ് സുഹൃത്തുക്കളെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ കമന്റിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.